നൈറ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രഹ്മപുരത്ത് വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വിശ്രമിക്കുവാൻ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്നിരിക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായതിനു ശേഷം 45 ലക്ഷം രൂപ കൊടുത്ത് ഒരു AC റൂം ഏത് മാനദണ്ഡ പ്രകാരമാണ് നിങ്ങൾ വർക്ക് ഓർഡർ കൊടുത്തത്? ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ബിൽഡിംഗ് അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അത് എത്രയോ വർഷങ്ങളായി, കഴിഞ്ഞ കൗൺസിലിൻ്റെ സമയത്ത് തുടങ്ങിയതാണ് ഈ ബിൽഡിങ്ങിൻ്റെ പണി. അത് എടുത്ത കോൺട്രാക്ടറോട് ചോദിക്കുമ്പോൾ അയാൾ ഒരു തരത്തിലും ആ പണി തീർക്കാതെ ഫണ്ട് റിവൈസ് ചെയ്ത് ബിൽഡിങ്ങിൻ്റെ എമൗണ്ടിൽ കൂടുതൽ 2 ഇരട്ടിയോളം കൂടുതൽ ഇപ്പോൾ കൈപ്പറ്റിയിട്ടുണ്ട്. ആ ബിൽഡിംഗ് വന്ന് നോക്കിയാൽ, ഞാൻ പൊതുമരാമത്ത് ചെയർമാൻ എന്ന നിലയിൽ കമ്മിറ്റിയിലെ അംഗങ്ങളെയും കൊണ്ടുവന്ന് അത് പരിശോധിച്ചപ്പോൾ അതിൽ പഴയ തുരുമ്പ് പിടിച്ച എവിടെയോ കളഞ്ഞ ഫ്ലാറ്റുകളിൽ നിന്നുള്ള ജനലുകളും അതേപോലെ തന്നെ എവിടെയൊക്കെയോ കളഞ്ഞ ഷീറ്റുകളും എല്ലാം ഒതുക്കി വച്ച് ഒരു തട്ടിക്കൂട്ട് കെട്ടിടമാണ് അവിടെ പണിത് വച്ചിരിക്കുന്നത്. അതിലുള്ള അഴിമതി പല പ്രാവശ്യം ഞാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്, കൂടാതെ കൗൺസിലിൽ പരാമർശിച്ചതാണ്. പക്ഷേ ഇന്ന് വരെ ആ കോൺട്രാക്ടർക്കെതിരെ കരിമ്പട്ടിയിൽപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാൻ ലെറ്റർ വരെ വച്ചിട്ടും ആ ലെറ്ററിന് ഒരു പ്രാധാന്യമില്ല. ചെയർപേഴ്സൺ വയ്ക്കുന്ന ലെറ്ററൊന്നും വിലക്കെടുക്കണ്ട എന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് കൊച്ചിൻ കോർപ്പറേഷൻ എടുക്കുന്നത്. അതിൻ്റെയൊക്കെ ദുരന്ത ഫലമാണ് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അറുതി വരുത്തണം. അറുതി വരുത്തുന്നതിന് ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. കാരണം പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ നേതാക്കന്മാരും ഈ ബ്രഹ്മപുരത്ത് ബയോമൈനിങ്ങിലുണ്ട്. ഭരണപക്ഷത്തിരിക്കുന്നവരുടെ സഖാക്കന്മാരുടെ വലിയ നേതാവിൻ്റെ മകനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷം നടത്തുന്ന ഈ നാടകീയ സമരങ്ങൾ നിർത്തി അവർ ഈ മുൻ കൗൺസിലറെ നിങ്ങൾ തക്കതായ പണിഷ്മെൻറ്റ് കൊടുത്ത് പുറത്താക്കി നിങ്ങൾ വേണ്ടത് ഇവിടെ ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ കക്ഷത്ത് ബയോമൈനിങ്ങും ബ്രഹ്മപുരത്ത് ഉപകരാറെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കക്ഷത്ത് വച്ചുകൊണ്ട് DCC പ്രസിഡന്റ് നടത്തുന്ന ഈ സമരം നിർത്തണമെന്ന് ഞാൻ ജനങ്ങളെ വഞ്ചിക്കാതെ അയാളെ പുറത്താക്കി നിങ്ങൾ ഇതിനെതിരെ ശബ്ദമുയർത്തണം എന്നൊരു റിക്വസ്റ്റ് കൂടി ഞാൻ ഇതിൽ വയ്ക്കുകയാണ്. ഇവിടെ വർക്കെടുത്തിരിക്കുന്ന 3 കോൺട്രാക്ടർമാർക്കെതിരെയും ഞാൻ ലെറ്റർ വച്ചിട്ടുണ്ട്. അഴിമതിയാണ്, അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പറഞ്ഞ് ഞാൻ ലെറ്റർ വച്ചിട്ടും ഇന്ന് വരെ മാസങ്ങൾ ഇത്രയായിട്ടും ഒരു നടപടിയും എടുക്കാത്ത ഭരണസമിതിയും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രതിപക്ഷവും എന്തിനാണ് ജനങ്ങളെ വഞ്ചിക്കാനായിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്? എത്രയും പെട്ടെന്ന് ഈ ഒരു ആരോഗ്യപരമായിട്ടുള്ള മരുന്നുകളോ മറ്റ് സംവിധാനങ്ങളോ എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് മേയർ നടത്തണം. മേയറെ നമ്മളുടെ മക്കളടക്കം എല്ലാവരും വരും തലമുറയ്ക്ക് ഒന്നും കൊച്ചിൻ കോർപ്പറേഷനിൽ ഉണ്ടാവില്ല. അവരൊക്കെ പ്രായപൂർത്തി എത്തുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും കൊഴിഞ്ഞു പോകാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. വളരെ അപകടകരമായ രീതിയിലാണ്. ജനങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ RSPയെ കോൺഗ്രസ് വിലക്കെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾ എനിക്ക് എന്ത് ആപത്ത് വന്നാലും ഞാൻ മനസ്സമാധാനത്തോടു കൂടി മുകളിലേക്ക് പോകും. കാരണം എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി 2 വാക്ക് പറയാൻ എനിക്ക് സൗകര്യം കിട്ടി. സമയം കൗൺസിലറുമായി നൈറ്റ് ന്യൂസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ താൽക്കാലിക വിട.